മുനമ്പം വിഷയത്തിൽ നിയമപണ്ഡിതരുമായി സംസാരിച്ചതിനു ശേഷമാണ് UDF നിലപാട് വ്യക്തമാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിഷയത്തിൽ ലീഗും കോൺഗ്രസും ഒരുമിച്ച് മുന്നോട്ട് പോകും. മുസ്ലിം ലീഗ് നിലപാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും P.K. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ കെണിയിൽ ആരും വീഴരുതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിനെ പച്ചയ്ക്ക് തീപിടിപ്പിക്കുന്ന, മനസ്സിലല്ലേ, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് ഉണ്ടാക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത്. നമ്മൾ അതിനോടെല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അത് വഷളാവും. തനേഷ് തമ്പി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. തനേഷ്, ക്രൈസ്തവ സഭാ നേതാക്കളുമായി മുസ്ലിം ലീഗ് അധ്യക്ഷനും P.K. കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ചർച്ച നടത്തിയിട്ട് 2 ആഴ്ചയായുള്ളൂ. ആ വിഷയത്തിൽ ലീഗിൽ ഒരു വിഭാഗം സമവായത്തിന് ശ്രമിക്കുമ്പോൾ അത് വഖഫ് ഭൂമി തന്നെ എന്ന വാദം ഉയർത്തി യഥാർത്ഥത്തിൽ UDF-നെ കൂടി പ്രതിരോധത്തിലാക്കുന്നുണ്ട് ലീഗിലെ മറുവിഭാഗം. ആരും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാകരുത് എന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത് ഒരുപക്ഷെ E.T. മുഹമ്മദ് ബഷീറിനും KM ഷാജിക്കും ഒക്കെ ആയിരിക്കും അല്ലേ? ലീഗിലും UDF-ലും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം സാധ്യമല്ലാത്ത നിലയിലേക്ക് ഭിന്നതയുണ്ട് എന്ന് വേണം കരുതാൻ. വിജയകുമാർ, ഇക്കാര്യത്തിൽ UDF-നകത്ത് ഭിന്നതയുണ്ട്, മുസ്ലിം ലീഗിനകത്ത് ഭിന്നതയുണ്ട്. UDF-ൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എടുക്കുന്ന നിലപാട് ഇത് വഖഫ് ഭൂമിയല്ല മുൻപത്തിലേത് എന്നുള്ളതാണ്. അത് ഒരു തരത്തിലും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ആ കാര്യം അവർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. KM ഷാജിയും E.T. മുഹമ്മദ് ബഷീറുമൊക്കെ മുൻപത്തേത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന നിലപാട് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് ആർക്കാണ് സഹായകരമാവുക എന്ന ചോദ്യം ലീഗിനകത്ത് തന്നെ ഉയരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ P.K. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒക്കെ ഇടപെടുകയും അങ്ങനെയല്ല അവർ ഉദ്ദേശിച്ചത്. പ്രസംഗത്തിൻ്റെ ശൈലി അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴുള്ള ഒരു ശൈലി മാത്രമായി കണ്ടാൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ എടുത്തിരിക്കുന്ന നിലപാട് അത് വളരെ കൃത്യമായി മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനിടയിൽ ആലോചന ഉണ്ടാക്കുന്നുണ്ട്. അത് വഖഫ് ഭൂമി തന്നെയാണ്, എന്നാൽ പ്രശ്നപരിഹാരം വേണം എന്നുള്ളതാണ് ലീഗ് പൊതുവിലെടുത്തിരിക്കുന്ന സമീപനവും. എന്നാൽ ആ കാര്യം പരസ്യമായി പറയുന്നത് KM ഷാജിയും E.T. മുഹമ്മദ് ബഷീറും പോലുള്ള നേതാക്കളുമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ലീഗിനകത്തും വരികയാണ്. ലീഗിനകത്ത് തന്നെ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന അഭിപ്രായം പല മുസ്ലിം സംഘടനകൾക്കിടയിൽ നിന്നുമൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് ആ ഒരു പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് മുസ്ലിം ലീഗ് ഇവിടെ വലിയ സമ്മർദ്ദത്തിലേക്ക് എത്തുകയാണ്. ഈ പ്രശ്നം എങ്ങനെ ആർക്കും പ്രശ്നമുണ്ടാകാതെ അല്ലെങ്കിൽ ആരെയും ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വലിയ തലവേദന എന്നതിനപ്പുറത്തേക്ക് അത് UDF-ൻ്റെ കൂടി ഒരു വലിയ തലവേദനയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരസ്യ പ്രസ്താവനകളും അതിൻ്റെ തിരുത്തുമൊക്കെ കാണിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലുമൊക്കെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴും UDF-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും പ്രതികരണം അത് സംഘപരിവാർ അജണ്ടയെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ സഹായിക്കുന്ന രീതിയിലാകരുത് എന്നുള്ള നിർബന്ധം കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിനുണ്ട്. ആ നിലയിൽ ഒരു കർശനമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ കെണിയിൽ ആരും വീഴരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് പറഞ്ഞത്. അത് E.T. മുഹമ്മദ് ബഷീറിനും KM ഷാജിക്കുമൊക്കെ നൽകുന്ന ഒരു മുന്നറിയിപ്പോ സൂചനയോ ആണോ എന്ന് സംശയമുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് അത്തരം ചോദ്യങ്ങളോടാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുകയും ചെയ്തത്. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്.